ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കർട്ടനൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണല്ലേ. പ്രത്യേകിച്ചും കുറച്ച് കട്ടിയുള്ള കർട്ടനാണെങ്കിൽ, അതുപോലെ തന്നെ റിംഗ് കർട്ടനുകളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ അതിൻ്റെ ഫോൾഡിങ്സ് ഒക്കെ മാറ്റിയിട്ട് പിന്നെ നമുക്കതൊന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ നല്ല തലവേദനയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. എത്ര കട്ടിയുള്ള കർട്ടനാണെങ്കിലും എത്ര അഴുക്ക് പിടിച്ച കർട്ടനാണെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. കർട്ടൻ ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ വിൻഡോയിലൊക്കെ വരുന്ന ചിലന്തി വലയൊക്കെ മാറ്റി നല്ലതുപോലെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇതുപോലെയുള്ള റിംഗ് കർട്ടനുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു ടോയിനാണ് നമുക്ക് വേണ്ടത്. ടോയിൻ ഇല്ലെങ്കിൽ ഷൂലേസ് ആയാലും മതി. അത് നമുക്ക് ആ റിങ്ങിലൂടെ ഇതുപോലൊന്ന് കടത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വാഷ് ചെയ്തെടുത്തതിന് ശേഷവും ആ ഒരു ഫോൾഡിങ്സ് ഒന്നും മാറാതിരിക്കാനാണ്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ തന്നെ പിടിച്ചൊന്ന് അയൺ ചെയ്തിട്ട് ഇത് റീസെറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ ആ ടോയിൻ എല്ലാ റിങ്ങിലൂടെയും കയറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടോയിൻ ഉണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ആ രണ്ടറ്റവും കൂടെ നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു കർട്ടൻ അതിൽ നിന്ന് ഊരിയെടുക്കണം. ഈ ഒരു കെട്ട് നമ്മൾ ഉണക്കിയെടുത്ത് റീസെറ്റ് ചെയ്യുന്നത് വരെയും ഊരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാനൊന്നും തന്നെ പാടില്ല. ഇപ്പം ഞാൻ നല്ലതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ആ ഒരു കർട്ടൻ അതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ച് എങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. എത്ര കട്ടിയുള്ള കർട്ടനാണെങ്കിലും അതുപോലെ എത്ര അഴുക്ക് പിടിച്ച കർട്ടനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാൻ നല്ലൊരു ബേസിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയൊരു ചൂടുവെള്ളം തന്നെ ഇത് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഡിറ്റർജൻറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സൊല്യൂഷനിലേക്കാണ് നമ്മൾ കർട്ടൻ മുക്കി വെക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഈ ഒരു കർട്ടൻ ഇതിൽ മുക്കി വെക്കണം. ഇതിലിപ്പം ഞാൻ 2 കർട്ടൻ മുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു കർട്ടൻ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന്. അപ്പോൾ ഇതിലുള്ള അഴുക്കൊക്കെ ആ ഒരു ചൂടുവെള്ളവുമായിട്ടൊക്കെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പം ഷോൾഡർ പെയിൻ ഉള്ളവരും നടുവേദന ഉള്ളവരും ഒക്കെ വാഷിംഗ് മെഷീനോ അലക്കുകല്ലോ ഒന്നും ഉപയോഗിക്കാതെ എത്ര കട്ടിയുള്ള കർട്ടനാണെങ്കിലും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്തെടുത്താലുണ്ടല്ലോ പല്ലിയോ പഴുതാരിയോ ഒന്നും തന്നെ നമ്മുടെ വിൻഡോയിലൊന്നും വരത്തില്ല. നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം. അതിനായിട്ടുണ്ടല്ലോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തോടുണ്ടല്ലോ, അത് 2 നാരങ്ങയുടെ തോട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ ഗുണങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമുറി നാരങ്ങ ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ചാലും മതി. അത് ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കർപ്പൂരമാണ്. 1-2 കർപ്പൂരം നല്ലതുപോലെ പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങ തിളപ്പിച്ചെടുത്ത ഒരു വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കർപ്പൂരം ഞാനൊരു കൈ ഉപയോഗിച്ച് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ നാരങ്ങയുടെ വെള്ളവും കർപ്പൂരവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ജനലുകളും ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പല്ലി, പഴുതാര, അതുപോലെ തന്നെ പാറ്റ,
ചെലന്തി ഇങ്ങനത്തുള്ള ഒന്നും തന്നെ വരത്തില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിൻഡോയും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ. ഈ ഒരു സൊല്യൂഷനിനകത്ത് നമുക്കൊരു തുണി മുക്കിയിട്ട് നമ്മുടെ ജനലുകളൊക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു സൊല്യൂഷനിൽ നമ്മളെ വിൻഡോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനലുകളൊക്കെ തന്നെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലീനിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പുളി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് മൊത്തം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കി പിടിച്ച പാത്രങ്ങളുടെ ആ ഒരു ഇത് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, നമ്മുടെ സ്റ്റൗ ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അങ്ങനെ കുറേ അധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇത് ഞാൻ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനലുകളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ജനലിൻ്റെയൊക്കെ ആ ഒരു ഗ്രില്ലൊക്കെ നല്ലതുപോലെ ആ ഒരു വൈറ്റിഷ് കളറിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇരുമ്പുളി ഉപയോഗിച്ച് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇതുപോലെ നമുക്ക് അതിന് ശേഷം ആ ഒരു ടവലോ തുണിയോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനലുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലുണ്ടല്ലോ എറുമ്പ്, പാറ്റ, പല്ലി, ചെലന്തി പോലുള്ളവയൊന്നും തന്നെ ഉണ്ടാകുകയില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ച കർട്ടൻ ഉണ്ടല്ലോ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനിപ്പം നാട്ടിലാണ്, ട്രൈപോഡൊക്കെ കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നോർമൽ ലൈറ്റിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒരു വീഡിയോയ്ക്കുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുമല്ലോ. നമ്മളിത് ഇതൊരു മുക്കി വെച്ചിട്ട് ഏകദേശം നമ്മുടെ കർട്ടൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് ആ ഒരു വെള്ളത്തിൽ അഴുക്കൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കർട്ടൻ 2 or 3 നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് വേണമെങ്കിൽ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ 1 or 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അലമ്പി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ 2-3 നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച കർട്ടനും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉണക്കാനിടുമ്പോഴും ആ ഒരു കെട്ട് അതുപോലെ തന്നെ വെക്കുകയാണ്. കാരണം നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് ഉണങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കർട്ടനൊക്കെ ഉണങ്ങി കിട്ടും. ഇനി ഞാനിത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു ഫോൾഡിങ്സ് ഉണ്ടല്ലോ അതുപോലെ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയൺ ചെയ്തിട്ടൊക്കെ ഇടുകയാണെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ കർട്ടനൊക്കെ കിടക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ ടൊയിൻ ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ ആ റോഡിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കർട്ടൻ റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഇനി എല്ലാം ഇതേ കണ്ടില്ലേ, നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു ടോയിൻ ഉപയോഗിച്ച് കർട്ടൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലുണ്ടല്ലോ അതിൻ്റെ പെയറുകളൊന്നും തന്നെ മാറിപ്പോവുകയില്ല. അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഇന്നുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രം പോരാ, ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.